ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ മുളപ്പിച്ച തൈ മാറ്റി നടന്നത്. അത് വിത്ത് നേരെ അങ്ങ് വിതറി ഒരു ചൈരിച്ചോറൊക്കെ ഇട്ട ഒരു പാത്രത്തിൽ പാകി പിന്നെ അതിൽ നമ്മൾ തൈ മാറ്റി വെച്ചതാണ്. ഇനി ഞാൻ ഇതിൽ കുറച്ച് വിത്തുകൾ നേരിട്ട് പാകാൻ പോയി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വിത്തെന്ന് പറഞ്ഞാൽ ഉണ്ടമുളക് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു, പിന്നെ നമ്മുടെ കാന്താരി. അപ്പോൾ ഇത് രണ്ടും ഈ ട്രേയിൽ പാകി കിളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വിത്തും തൈയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തൈ പാകമാകുമ്പോൾ ഞാൻ പോസ്റ്റ് ഇടാം. നല്ല മണമുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചകിരിച്ചോറ് ഇതുപോലെ ലൂസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ചകിരിച്ചോറ് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടി, ഞാൻ ശകലം നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ട്രേ ഉണ്ടോ, ഈ ട്രേയിലങ്ങ് പാകാം. ഇതുപോലെ ഇങ്ങനെ നാരുള്ള ഇങ്ങനെ തടവി വിടുമ്പോൾ നാരിങ്ങനെ മുകളിലോട്ട് വരും. അത് നമുക്കങ്ങ് മാറ്റാം. അല്ല ഇതുപോലെ ട്രേയിൽ ഞാൻ വിത്ത് പാകാൻ പോയി. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുളകും നമ്മുടെ മുളക് തന്നെയാണ്, കാന്താരിയും ഉണ്ടമുളകും ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏകദേശം ബാക്കിയുള്ള വിത്തുകളും പാകുന്നത്. അങ്ങ് നമുക്ക് ചകിരിച്ചോറ് നിറച്ച് കൊടുക്കാം. ഇതാകുമ്പോഴേ നമ്മുടെ പരുവത്തിന് കിട്ടും. കണ്ടോ, നനവൊക്കെ പരുവത്തിന് കിട്ടും. കിലോ 20 രൂപ വെച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ 5 കിലോയുടെ പാക്കറ്റ് 100 രൂപയ്ക്കാണ് ഇത് പാകമുള്ള വാങ്ങിച്ചത്. ബാക്കി നമുക്കെടുത്ത് മണ്ണിൽ മിക്സ് ചെയ്യാമല്ലേ. ഇവിടെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പം ബാക്കി ഇല്ലാത്ത ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചകിരിച്ചോറ് പാകി. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഗ്ലൗസ് ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നതിൽ അടിച്ചു മാറ്റിയതാണ്. എന്തിനാ ഗ്ലൗസ് ഉള്ളതെന്ന് വെച്ചാൽ മുളകാണ് എടുക്കുന്നത്. മുളക് കീറി അതിനകത്ത് വിത്താണ് എടുക്കുന്നത്. അപ്പോൾ കൈ മൊത്തം എരിഞ്ഞ് വാരും. ഉണ്ടമുളക് കണ്ട ഇത്ര ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മുളക് എടുക്കാം. കാണിച്ചേ, പഴുത്ത് നിൽക്കുന്ന ഒരു മുളക് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതിന് പിച്ചാത്തി കൊണ്ട് കീറാം. നിറച്ച അരിയുണ്ട്, നല്ല മണവുമുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ട്രെയിൽ പാകി കൊടുക്കാം. ഒരെണ്ണം കൂടെ എടുക്കാം. കുറേ പേര് എന്നെ കളിയാക്കി, ഞാൻ ഉണ്ടമുളകിൻ്റെ പോസ്റ്റ് ഇട്ടപ്പം ഇതാണോ ഉണ്ടയെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടുപുറത്തുകാരല്ലേ, അപ്പം നാടൻ രീതിയിൽ നമ്മുടെ സംസാരമൊക്കെ നമ്മളിത് ഉടംകൊല്ലി മുളക്, മാലിമുളക് അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മൾ ഉണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഉണ്ടമുളക് എന്നല്ലേ പറയത്തുള്ളൂ. അതിപ്പോൾ വിളഞ്ഞപ്പോൾ കണ്ട ഉണ്ടയായില്ലേ, ഇപ്പോൾ ഉണ്ടമുളകായില്ലേ. വിളയുന്നതിന് മുന്നേ ഇങ്ങനെ കൂർത്തിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഇതെല്ലാം വിളഞ്ഞ് കണ്ട, വിളഞ്ഞപ്പോൾ അത് ഉണ്ടണക്കായില്ലേ, അപ്പോൾ ഉണ്ടമുളക് എന്നല്ലേ ഇതിനെ പറയത്തുള്ളൂ. അപ്പം ഇനി പാകാം, ഇടാം. ഓരോ വിത്തായിട്ട് ഇളക്കിയിടാം. എരിങ്ങ് മണ്ടേ കയറുന്നു. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ സൂക്ഷിക്കുന്ന വിത്ത്. പിന്നെ അടുത്തതിൽ ഒരു മുളകിലും ഒന്നും കൂടി ഈ വിത്തെടുക്കുക. കാണിച്ച് ഇതവിടെ ഒന്നൊന്നായിട്ട് പൊഴിച്ചിട്ട് ഇത് പൊഴിച്ച് ഉണക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം കേട്ടോ, ഓരോന്നായിട്ട് ഇളവി വരാനേ. ഇതിപ്പോൾ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അതിന് മുന്നേ ഞാൻ പാകിയ ഇതുപോലെ കൈ വരണ്ടൊക്കെ നീറുന്നെന്ന് തോന്നലാണോ എന്തോ. താണ്ട ഇതുപോലെ നമ്മളൊരു കമ്പെടുത്ത് ഹോളിട്ട് കൊടുക്കണം. ആദ്യമേ ഹോളിട്ടാൽ പിന്നെ പാടില്ല. അപ്പം നമുക്ക് 2 വരി ഹോളിട്ട് കൊടുക്കാം. ഈ ട്രേ തന്നെ കുറച്ച് കാന്താരിയും കൂടെ പാകണം. ഇനി ഇതുകൊണ്ട് തന്നെ തൊട്ട് വിത്തെടുക്കാം. പാടാണ്, കൈ കൊണ്ട് തന്നെ എടുക്കാം. കൈ കൊണ്ട് എങ്ങനെ എടുക്കും? എരിയുള്ള മുളക് എടുത്തോ.
ഓരോ വിത്ത് നുള്ളി ഹോളിലോട്ട് ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഇടിക്കുക, കവർ കൊണ്ട് പറ്റുന്നില്ല. ഗ്ലൗസ് കൊണ്ടേ പ്ലാസ്റ്റിക് ആയതുകൊണ്ടായിരിക്കും. എന്തായി തീരുമെന്ന് എവിടെയൊക്കെ എരിയുന്നു. ചുണ്ടൊക്കെ നല്ല എരിയുന്നു. ചുണ്ടിൽ ചൊറിയൊക്കെ ഉണ്ട് ചെയ്തു. ഈ ഒരു ട്രേ ഉണ്ടമുളവിൻ്റെ വിത്ത് ഞാൻ പാകിയിട്ടുണ്ട്. കൈ ഇതുവരെ നീറുന്നില്ല, കഴിയുമ്പോൾ നീറിപ്പോകുകയും. പിന്നെ നമുക്കിത് താണ്ടേ എല്ലാ ഹോളിലും വിത്ത് പാകിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് മൂടി കൊടുക്കാം. 8 ദിവസത്തിനകം എന്തായാലും ഇതെല്ലാം മുളച്ച് കിട്ടും. ഇനി നമുക്കിതുപോലെ അടച്ച് വെച്ചിട്ട് അങ്ങ് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ഇതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് മൂടി കൊടുക്കാം. ഇത് പാകാം. അതിന് ഇത് നമുക്ക് 3-4 പഴുത്ത കാന്താരി പറിച്ചെടുക്കാം. ഓക്കെ, ഒരു ട്രേ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കാന്താരി പാകാം. അത് നമുക്ക് ഇതാ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കമ്പ് കൊണ്ട് കുത്തി കുത്തി എടുക്കാം. ഇതുപോലെ ഒരു കമ്പ് കൊണ്ട് കുത്തിയെടുത്തതുപോലെ വെച്ചാൽ മതി. അല്ല കൈ കൊണ്ടെടുത്താൽ അയ്യോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഉണ്ടമുളക് എടുത്തിട്ട് ഇതുവരെ നേറുന്നില്ല. ഇനി എന്താവുമെന്ന് അറിയാൻ വയ്യ. ഇനി ഇതുപോലെ തന്നെ എല്ലാ ഹോളിലും കൈ കൊണ്ട് കുത്തി ഇതുപോലെ ഈ കമ്പ് കൊണ്ട് കുത്തി പാകിയാൽ മതി. ഇപ്പം 2 ട്രേയിലായിട്ട് ഒരു ട്രേയിൽ ഞാൻ പകുതിയെ കാന്താരി പാകിയോളൂ. കാരണം അത് വലിയ പാട് നനവോട് കൂടി അത് ഉണങ്ങിയിട്ട് ബാക്കി പാകാമെന്ന് വിചാരിക്കുന്നത്. ഉണക്കാരണം ഒരു ട്രേയിൽ ഫുള്ള് ഞാൻ ഉണ്ടമുളക് പാകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടല്ല, ഇച്ചിരി നല്ലപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കവർ എടുത്തിട്ടെ ഇതുപോലെ കവർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ അങ്ങ് അടച്ചു കൊടുക്കാം. ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടല്ലേ, മടലോ അങ്ങനെ കമ്പോ എന്തെങ്കിലും വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെയിറ്റുള്ള സാധനം ഉണ്ടല്ലേ വെച്ചിട്ട് കഴിഞ്ഞിട്ട് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ തണലത്ത് കൊണ്ട് വെക്കല് സൈഡ് വെയിലടിക്കുന്ന ഭാഗത്ത് ഇന്നലെ തൈ മുളപ്പിച്ചത് വെച്ചില്ലേ, മാറ്റി വെച്ചില്ലേ, അതുപോലെ കൊണ്ടുവച്ച് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. ഒരു 8 ദിവസത്തിനകത്ത് ഇത് മുളച്ച് കിട്ടും. അപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരത്തില്ല. മുളയ്ക്കുന്നത് വരെ ഈ വെള്ളം ഇതുപോലെ നിൽക്കും. കാരണം നമ്മൾ അടച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈർപ്പം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ മുളച്ച് വരുന്നത് വരെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ സൈഡ് വരെ ഇരിക്കുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിത്ത് മുളച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ വിത്തും പാകുന്നത്. തക്കാളി, മുളക്, വഴുതണങ്ങി അതൊക്കെ ഒരു 8 ദിവസത്തിനകത്ത് മുളച്ച് കിട്ടും. തക്കാളി ഒരു 3, 4, 5 ദിവസം മതി. പിന്നെ പയറൊക്കെ ആണെങ്കിൽ 1, 2 ദിവസം, അമരയും 2, 3 ദിവസത്തിനകത്ത് മുളച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ സീഡ് ട്രേയിൽ പച്ചക്കറിയുടെ വിത്ത് പാകി മുളപ്പിക്കുന്ന രീതി
ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തൈ ആയിട്ട് കുറേ പേര് ഉണ്ടമുളകിൻ്റെയും കാന്താരിയുടെയൊക്കെ തൈ ചോദിച്ചിട്ടുണ്ട്. തൈ ആയിട്ട് ഞാൻ പോസ്റ്റ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നേരെ നല്ല സന്ധ്യയായി. കാരണം ഇത് ഓരോ ഹോളിലും ഇട്ട് ഓരോ വിത്തായിട്ടിടുന്നത് നല്ല ജോലിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.